നിങ്ങൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് ഇടുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇതുവരെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് വൈറലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ട് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് വൈറലാക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന വ്യൂസിൻ്റെ 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി വ്യൂസ് നിങ്ങൾക്ക് ഉറപ്പായും കിട്ടിയിരിക്കും. 100% ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇവിടെ കാണിക്കുന്നത് കുറച്ച് ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന 3-4 ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഇതിൽ ഏതിലെങ്കിലും ആളുകൾക്ക് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അട്രാക്ഷൻ ഈ ആദ്യം കാണുന്ന ഫ്രെയിമിൽ കിട്ടണം. അതായത് ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ഷോർട്സിൻ്റെ തംബ്നെയിലിൽ ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാണുന്ന ഈ ഷോർട്ട് വീഡിയോസിൽ നിന്നും ആ ഒരു പർട്ടിക്കുലർ അട്രാക്റ്റീവായ തംബ്നെയിലിനെ ആളുകൾ ക്ലിക്ക് ചെയ്യുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്യുന്നു ബെസ്റ്റ് വയർലെസ് മൈക്ക് ഫോർ ആൻഡ്രോയിഡ് ഫോൺ. അപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണിക്കുന്നതും കുറച്ച് ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. അതിനുശേഷമാണ് ലോങ് വീഡിയോസ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ കുറച്ച് ഷോർട്ട് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. ഈ ഷോർട്ട് വീഡിയോസിൽ ഏറ്റവും അട്രാക്റ്റീവായ തംബ്നെയിൽ ഏതിനാണോ ഉള്ളത് അതിനെയായിരിക്കും ആളുകൾ ക്ലിക്ക് ചെയ്യുന്നത്. ഏതിനാണോ കൂടുതൽ ക്ലിക്ക് കിട്ടുന്നത് അതിനായിരിക്കും നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ നമ്മൾ കൊടുക്കുന്ന തംബ്നെയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് നമുക്ക് വളരെ നന്നായി വ്യൂസ് കിട്ടുന്നതുമാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. എന്നും കരുതി നിങ്ങൾ ഇതിനെ ഇവിടെ സ്കിപ്പ് ചെയ്ത് കളയരുത്. കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഞാൻ തന്നെ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരു അട്രാക്റ്റീവായ ഫ്രെയിം സെലക്ട് ചെയ്ത് അതിൻ്റെ തംബ്നെയിലായി സെറ്റ് ചെയ്ത് കൊടുക്കണം. അഥവാ ഒരു അട്രാക്റ്റീവായ ഫ്രെയിം ആ ഷോർട്ട് വീഡിയോയ്ക്കുള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് 1 സെക്കൻഡിനുള്ളിലുള്ള ഒരു അട്രാക്റ്റീവായ ഫ്രെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ എൻഡിങ്ങിൽ അതിനെ പിടിപ്പിച്ച് കൊടുത്തിട്ട് അത് ഈ പിന്നീട് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തംബ്നെയിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഇനി മുതൽ നിങ്ങൾ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴോ എഡിറ്റ് ചെയ്യുമ്പോഴോ ഈ തംബ്നെയിലിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. നിങ്ങൾ വളരെ നന്നായി തന്നെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിനെ അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി വളരെ അട്രാക്റ്റീവായ ഒരു തംബ്നെയിൽ വളരെ ഈസി ആയിട്ട് അതും ഫ്രീ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഈ ഷോർട്ട് വീഡിയോടൊപ്പം അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഫോൺ ഗാലറി ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്ന ഷോർട്ട് വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഷോർട്ട് വീഡിയോയെ ആദ്യം നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ ഒന്ന് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്തിട്ട് ഈ ഷോർട്ട് വീഡിയോയ്ക്കുള്ളിൽ നിന്നും ഒരു അട്രാക്റ്റീവായ ഫ്രെയിം ആദ്യം നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ ഷോർട്ട് വീഡിയോ ഇവിടെ പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇതിനെ ഒന്ന് ബാക്ക്വേർഡും ഫോർവേഡും ഒക്കെ ചെയ്ത് നോക്കുന്നു. ഈ കാണുന്ന ഫ്രെയിം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയെ ഇതേപോലെ പോസ് ചെയ്യുന്നു. പോസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നു. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലും താഴെയും നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്ത് നമ്മളിതിനെ ക്രോപ്പ് ചെയ്ത് കളയുന്നു. ക്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ നമ്മളിവിടെ സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു ഇമേജ് നമ്മുടെ ഫോൺ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ChatGPT ഓപ്പൺ ചെയ്യുക. ഇവിടെ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, നമ്മുടെ ഫോൺ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും കാണിക്കുന്നുണ്ട്. അതിൽ ഈ കാണുന്ന ഫോട്ടോ ഇപ്പം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ആണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, നമ്മുടെ ഈ ഫോട്ടോ ഇവിടെ നമ്മുടെ ChatGPTയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫോട്ടോയിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു. ഞാനിവിടെ കൊടുക്കുന്നു ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് വയർലെസ് മൈക്ക് ഫോർ യൂട്യൂബേഴ്സ്. ഇത് ഞാൻ കൊടുക്കുന്നു. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ കൊടുക്കുന്നുണ്ട്, ആൻഡ് കീപ് ദ സെയിം ഇമേജ് ക്വാളിറ്റി. ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ചില സമയത്ത് ഇവർ നമ്മുടെ ഈ ഫോട്ടോയുടെ ക്വാളിറ്റിയെ തന്നെ അങ്ങ് മാറ്റിക്കളയും. ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം കൂടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോയ്ക്ക് അനുസരിച്ച് എന്ത് ടെക്സ്റ്റ് ആണോ കൊടുക്കേണ്ടത് അത് നിങ്ങൾ ഈ പ്രോംപ്റ്റിൽ ഇവിടെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു ഡിസൈൻ അവരെനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, ഗീവ് അനദർ ഡിസൈൻ. ഇതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ കിട്ടുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളിങ്ങനെ പ്രോംപ്റ്റുകൾ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇവിടെ നോക്കുക, അവസാനം എനിക്ക് 2 ഡിസൈൻ ഇതേപോലെ അവർ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഡിസൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഏറ്റവും മുകളിൽ നോക്കുക, ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഡിസൈനെ ഞാൻ ഫോൺ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഈ ഡിസൈൻ ഇപ്പോൾ എൻ്റെ ഫോൺ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഷോർട്ട് തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള ആഡ് ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, എൻ്റെ ഫോൺ ഗാലറി ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷോർട്ട് വീഡിയോയും കാണിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു തംബ്നെയിലിന് വേണ്ടിയുള്ള ഫ്രെയിമും കാണിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ നമ്മുടെ ഷോർട്ട് വീഡിയോ സെലക്ട് ചെയ്യുന്നു.
അത് സെലക്ട് ചെയ്താൽ ഉടൻ തന്നെ അതിൻ്റെ മുകളിൽ നോക്കുക 1 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ തംബ്നെയിലിന് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫോട്ടോയെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്താൽ ഉടൻ തന്നെ അതിൻ്റെ മുകളിൽ നോക്കുക 2 എന്നും പറഞ്ഞും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഫയലും ഇപ്പോൾ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഏറ്റവും താഴെ നോക്കുക നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഈ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ വരുന്ന സ്ക്രീൻ ഇത് നമുക്ക് വേണ്ട, ഇതിനെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ സ്ക്രീനിൽ ഏറ്റവും താഴെ ഈ 2 ഫയലും കാണിക്കുന്നുണ്ട്. ആദ്യത്തേത് നമ്മുടെ ഷോർട്ട് വീഡിയോ, രണ്ടാമത്തേത് തംബ്നെയിലിന് വേണ്ടിയുള്ള ആ ഒരു ഫ്രെയിം. ഇവിടെ നോക്കിയാൽ ടാപ്പ് തംബ്നെയിൽ ടു എഡിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഈ രണ്ടാമത്തെ ഫയൽ, നമ്മുടെ ആ ഇമേജ് തംബ്നെയിലിന് വേണ്ടിയുള്ള ആ ഒരു ഇമേജ്, അതിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഇതിനെ അങ്ങ് ചെറുതാക്കുന്നു. ഇതിന് 1 സെക്കൻഡ് മാത്രമുള്ള ജസ്റ്റ് എ ഫ്രെയിം ആ രീതിയിലാക്കി വെച്ചിട്ട് ഇവിടെ നോക്ക് ഡൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വീണ്ടും നമ്മൾ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നോക്ക് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി. ഇവിടെ ഏറ്റവും താഴെ നോക്കുക നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി. നമ്മുടെ ഷോർട്ട് വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ തംബ്നെയിൽ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാം ഏറ്റവും മുകളിൽ ഒരു പെൻസിൽ ഐക്കോൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട, കംപ്ലീറ്റ് ഫ്രെയിം ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രെയിം ഇതിൻ്റെ ലാസ്റ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇതിനെക്കുറിച്ച് ഇതേപോലെ അങ്ങ് ലാസ്റ്റിലേക്ക് വരിക. ഇവിടെ നോക്ക് നമ്മൾ കൊടുത്ത ആ തംബ്നെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്ക് ആ തംബ്നെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ്ലി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് ഇതേപോലെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബാക്കി ഈ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നല്ല ഒരു അട്രാക്റ്റീവായ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത്, അതും ഈ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ChatGPT ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് അത് എഡിറ്റിംഗ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. 2 ഫയലും ഒന്നിന് പുറകെ ഒന്നായി സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷേ അത് 1 സെക്കൻഡിനുള്ളിൽ തന്നെ കൊടുക്കണമെന്ന് മാത്രം, അതിൽ കൂടരുത്. അപ്പോൾ ഈ രീതിയിൽ കൊടുത്ത് നിങ്ങൾ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഷോർട്ട് വീഡിയോയ്ക്ക് ഒന്നുകിൽ അത് വൈറലാകും, അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസിലും 2 മടങ്ങ് അല്ലെങ്കിൽ 3 മടങ്ങ് വ്യൂസ് ഉറപ്പായി കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.